ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാനാണല്ലോ യഥാർത്ഥത്തിൽ നിരീക്ഷകർ വന്നത്. എല്ലാവരെയും കണ്ടു, കൃത്യമായ പ്രിഫറൻസ് രേഖപ്പെടുത്തുകയും ചെയ്തു. CLP നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇതുവരെയുള്ള കീഴ്വഴക്കം MLA മാരുടെ പിന്തുണ ആർക്കാണ്? വേണ്ടി വന്നാൽ ഇപ്പോഴുള്ള KPCCയിലെ മുതിർന്ന അംഗങ്ങളുടെയൊക്കെ അഭിപ്രായം ചോദിക്കുക. ഇവരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇതിങ്ങനെ ആരായുന്നത് ഒരു കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ ചേർന്നതാണോ? അല്ല, ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ട് ഇതല്ലേ മാർഗമുള്ളൂ. അത് വളരെ കൃത്യമാണ്. കൃത്യമായ രൂപത്തിൽ ആളുകളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വിവരം അറിയുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അതൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ജനാധിപത്യ ബോധത്തോടു കൂടി പെരുമാറുന്ന നേതൃത്വം ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒറ്റ കാര്യം ചോദിച്ചു, അങ്ങ് ഇത്രയും കാലം അങ്ങ് പല അച്ചടക്ക പരിപാടികളിലും ഒക്കെ പങ്കെടുത്ത നടപടികളും ഒക്കെ നിരീക്ഷിക്കുകയും അങ്ങ് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അച്ചടക്ക സമിതിയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഈ തെരുവിലൊക്കെ ഈ പറയുന്ന പോലെ ഫ്ലെക്സി യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. താങ്കൾ അതിനെതിരെ ശക്തമായിട്ടൊക്കെ നിലപാടെടുക്കുകയും ചെയ്തു. എൻ്റെ ചോദ്യം, പാർട്ടിയുടെ MLA മാർ പൂർണ്ണമായിട്ടും പിന്തുണ അല്ലെങ്കിൽ ഭൂരിപക്ഷ പിന്തുണ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹം തന്നെ വരുന്നതല്ലേ അതിൻ്റെ ഒരു രീതി? കോൺഗ്രസ് അങ്ങനെയല്ലേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പിന്തുണ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം ലീഡർഷിപ്പ് ഒപ്പീനിയൻ തേടുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ലീഡർഷിപ്പ് ഒപ്പീനിയൻ തേടുകയാണ്. ആ അഭിപ്രായം തേടിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്.